പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MSCCFT, PGDCFT എന്നീ പ്രോഗ്രാമുകൾക്ക് MCFTL001 എന്ന കോഴ്സിൻ്റെ 10 പ്രാക്ടിക്കൽ വിഭാഗത്തിൽ ആദ്യത്തെ പ്രാക്ടിക്കലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഇത് പരിചയപ്പെടുത്തുന്നത് എന്നല്ല പറയേണ്ടത്, ഇത് പൂർണ്ണമായും ലൈവ് ക്ലാസ്. ഈ ക്ലാസ് സ്വാഭാവികമായും അക്കാഡമിക് കൗൺസിലർമാർ നിങ്ങൾക്ക് നേരിട്ട് തരാനുള്ള സാധ്യതകൾ വിരളമാണ്. ഈ ഒരു സ്ട്രക്ചറിലൂടെ കടന്നു പോയാലാണ് നമ്മൾ ക്ലാസ്സുകൾ എങ്ങനെയാണ് പ്രാക്ടിക്കൽസ് ചെയ്ത് തീർക്കേണ്ടത്, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകേണ്ടത് എന്ന് മനസ്സിലാവുക. വിഷയത്തിലേക്ക് നേരിട്ട് വരികയാണ്. ഈ ഒന്നാമത്തെ പ്രാക്ടിക്കൽ അനലൈസിങ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഫാമിലി എന്നുള്ളതാണ്. ലോകത്ത് നമ്മൾ ഇഗ്നോയിലെ MSCCFT അല്ലെങ്കിൽ PGDCFT പഠിക്കുന്നത് വെറും കേരളത്തിന്റെ പെർസ്പെക്റ്റീവിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിത്ത് റെസ്പെക്ട് ഇന്ത്യ മാത്രമല്ല, മറിച്ച് ആഗോള അടിസ്ഥാനത്തിലേക്കാണ്. അത്രയും ഗംഭീരമായ ഒരു കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന 70% ഇൻഫർമേഷനും ആഗോള അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പൊ ഇത്തിരി ബ്രോഡ് മൈൻഡ് നിങ്ങളുടെ മുമ്പിൽ എന്ന് നമ്മൾ പറയുമ്പോൾ പല തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളെ പറ്റി നമ്മൾ അപഗ്രഥിക്കേണ്ടതുണ്ട്, വിശകലനം നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, മാരേജിലൂടെ ഉള്ള ടൈപ്പ് ഓഫ് ഫാമിലീസ് ഉണ്ട്. റെസിഡൻസിന്റെ നേതൃത്വത്തിൽ റെസിഡൻസിനെ അടിസ്ഥാനമാക്കി പലതരത്തിലുള്ള ഫാമിലീസ് ഉണ്ട്. കുടുംബത്തിലെ സ്ട്രക്ചർ അനുസരിച്ച്, ഘടന അനുസരിച്ച്, അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് കുടുംബത്തെ നമ്മൾ വകതിരിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡിസെൻഡ് അനുസരിച്ച്, പാരമ്പര്യം അനുസരിച്ച് നമ്മൾ അതിനെ വകതിരിക്കാറുണ്ട്. മാരേജ് ബേസിൽ നമ്മൾ കുടുംബങ്ങൾ പറയുമ്പോൾ 2 തരത്തിലാണ് പ്രധാനമായിട്ടും. ഒന്ന് മോണോഗമസ് ഫാമിലീസ്, മറ്റൊന്ന് പോളിഗമസ് ഫാമിലീസ്. ആൺ അല്ലെങ്കിൽ പെൺ ഒരാൾ, പിന്നെ മൾട്ടിപ്പിൾ, 2 അതിലധികമോ, ഒന്നിൽ കൂടുതൽ. Monogamous is based on marriage between one male and one female, and the male is allowed to marry again if his wife. Polygamous families എന്ന് പറയുമ്പോൾ it refers to that family which has one male, 2 females, or one female and 2 male. നമ്മുടെ നാട്ടിലടക്കം ഇത്തരത്തിലുള്ള ചടങ്ങുകൾ മുമ്പും ഉണ്ടായിരുന്നു, ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ഇന്ത്യയിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇതില് വിശദീകരിച്ച് പോകുമ്പോൾ ഫാമിലി ഇൻ ഇന്ത്യൻ സൊസൈറ്റി, functions of the family, characteristics of family, dysfunctions of the family, structural and functional changes in the Indian family system, kinship, nuclear family, patrilocal family, joint family, matrilineal family, marriage, various forms of diversity in India, ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ MCFT1 എന്നുള്ളതിൽ നമ്മൾ വിശദീകരിച്ച് പഠിച്ചിട്ടുണ്ട്. ഇത് റെസിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഫാമിലി നമ്മൾ ചെയ്യുന്നത് പാട്രിലോക്കൽ ഫാമിലിയാണ്. അതായത് ഇൻ സം സൊസൈറ്റീസ് എ കപ്പിൾ ലൈവ്സ് വിത്ത് ഓർ നിയർ ദ മെയിൽസ് ഫാമിലി ആഫ്റ്റർ മാരേജ്. ദിസ് ഈസ് നോൺ ആസ് പാട്രിലോക്കാലിറ്റി. മാട്രിലോക്കൽ ഫാമിലി എന്ന് പറയുമ്പോൾ ഇൻ അതർ സൊസൈറ്റീസ് എ കപ്പിൾ ലൈവ്സ് വിത്ത് ഓർ നിയർ ദ ഫീമെയിൽസ് ഫാമിലി ആഫ്റ്റർ മാരേജ്. ഇത് നമ്മുടെ ഉത്തര മലബാറിലെല്ലാം ഇത്തരത്തിലുള്ള സംഭവം നമുക്ക് ഉണ്ട്. The husband has a secondary positions in the wife's family where his children live. അതാണ് മാട്രിലോക്കൽ ഫാമിലി എന്നുള്ളത്. അതുപോലെ തന്നെ ബൈലോക്കൽ ഫാമിലി ഉണ്ട്.
Bilocal family എന്ന് പറയുമ്പോൾ in this practice the bride and the groom pick with the family to go live with or near. It is found in societies where extended kin networks important and where land may be limited. Neo-local family എന്നുള്ള മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്. When the couple after marriage moves to settle in an independent residence which is neither attached to the bride's family of origin nor bridegroom's family of origin, it is called a neo-local residence. ഇവിടെ neither nor എന്നുള്ള പ്രയോഗമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ സൈസിന്റെയും സ്ട്രക്ചറുടെയും അനുസരിച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്നത് പോലെ അതാണ് നമ്മൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി, തറവാട് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു കൈൻഡ്രഡ് അത്തരത്തിലുള്ള ഒരു ജോയിന്റ് ഫാമിലി ടൈപ്പ്. ഓൺ ദി ബേസിസ് ഓഫ് ഡിസെന്റ്, പാട്രിലീനിയൽ ഫാമിലി, അത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. When descent is traced through the father, it is called patrilineal family. In this type of family, inheritance of property takes place along the male line of descent. ആ പാരമ്പര്യം മെയിൽ ഓറിയന്റഡ് ആണ്. അതേസമയം മാട്രിലീനിയൽ ഫാമിലി എന്ന് പറയുമ്പോൾ in this type of family, descent is traced along the female line. നമ്മൾ മരുമക്കത്തായ സമ്പ്രദായം എന്നൊക്കെ പറയുന്ന പോലെ ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി ഓൾസോ ടേക്സ് പ്ലേസ് അലോങ് ദി ഫീമെയിൽ ലൈൻ ഓഫ് ഡിസെന്റ്. ദ വേദാസ്, the North American Indians, some people of Malabar and a Khasi tribe are matrilineal. Generally, the matrilineal families are matriarchal and matrilocal. ഈ ഇത്തരത്തിലുള്ള ഫാമിലി കൺക്ലൂഷൻസ് ഉള്ള സമയത്ത് നിങ്ങൾ ചില പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരു പ്രാക്ടിക്കലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സുപ്രധാനമായ ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതില് ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ദിസ് പ്രാക്ടിക്കൽ you will be able to understand the different types of family existing in the society. സൊസൈറ്റിയിലെ പലതരത്തിലുള്ള ഫാമിലീസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഗെറ്റ് ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സെലക്ടഡ് ഫാമിലി ടൈപ്സ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫാമിലിയെ സെലക്ട് ചെയ്യുന്നു, ന്യൂക്ലിയർ ഫാമിലിയോ ജോയിന്റ് ഫാമിലിയോ അല്ലെങ്കിൽ പാരന്റ് അലോൺ ഫാമിലിയോ, അങ്ങനെ ഏതെങ്കിലും ഒരു ഫാമിലിയെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു സാമ്പ്രദായിക അവസ്ഥയെ പറ്റി കൂടുതൽ താങ്കൾക്ക് മനസ്സിലാകും. Differentiate between the needs of various members along with their roles and relationships. ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ട്, ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഓരോ റിലേഷൻഷിപ്പ് ഉണ്ട്. അവരിലെ ഓരോരുത്തരും എത്രത്തോളമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ഈ പ്രാക്ടിക്കലിലൂടെ ആഴത്തിൽ മനസ്സിലാക്കുകയാണ്. അപ്രോപ്രിയേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിംഗ് നോളജ് ഓഫ് എ ഫാമിലി സ്ട്രക്ചർ and their varied characteristics of practicing family therapy. ഫാമിലി തെറാപ്പിയുടെ വ്യത്യസ്തമായ മാനങ്ങൾ നമ്മൾ ഇവിടെ പരിശീലിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഫാമിലി ഫോംസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് നമ്മൾ ഈ പ്രാക്ടിക്കലിൽ ചെയ്യുന്നത്. ഫാമിലി ഫോംസ് ഇൻ ഇന്ത്യ. ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൈസിന്റെ സ്ട്രക്ചറില്, ഡിസെന്റില്, അതുപോലെ തന്നെ മാരേജ് സ്ട്രക്ചറില്, ഇങ്ങനെ പലതരത്തിലുള്ള ഫാമിലീസ് ഞാൻ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞല്ലോ. അതിൽ ഏതെങ്കിലും ഒരു ഫാമിലിയെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇന്റർവ്യൂ മെത്തേഡിലൂടെയാണ് ഇവിടെ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നത്. ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ഗിവൻ ഇന്റർവ്യൂ ഷെഡ്യൂൾ, നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഷെഡ്യൂൾ നൽകിയിട്ടുണ്ട്. ടു ബി യൂസ്ഡ് ടു കളക്ട് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് വേരിയസ് നീഡ്സ്, roles, relationships, hierarchy, communication patterns, decision making and a cohesiveness. ആ cohesiveness
ചില നമ്മൾ സെലക്ട് ചെയ്ത ഫാമിലിയിലൂടെ ഇത്രയും സംഗതികളിലൂടെ നമ്മൾ കടന്നു പോകണം. ഏതിലൊക്കെയാണ്? വേരിയസ് നീഡ്സ്, റോൾസ്, റിലേഷൻഷിപ്സ്, ഹൈറാർക്കി, കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൊഹ്സീവ്നെസ്. കൊഹ്സീവ്നെസ് എന്താണ് എന്ന് ഞാൻ കൃത്യമായി ഇതിന്റെ ഇടയിൽ ഞാൻ താങ്കളെ അറിയിക്കുന്നുണ്ട്. സം ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻസ് ഈ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇന്റർവ്യൂ മെത്തേഡ് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമ്മൾ 11 കാര്യം വളരെ നന്നായി മനസ്സിലാക്കി വച്ചിരിക്കേണ്ടതാണ്. ആ 11 പോയിന്റ് നമ്മളുടെ മനസ്സിൽ വരണമെങ്കിൽ നല്ല ഒരു മുന്നൊരുക്കം നമുക്ക് ആവശ്യമാണ്. ബിഫോർ കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ, ബിൽഡ് എ റാപ്പോ വിത്ത് ദി റെസ്പോണ്ടന്റ്. ആ റെസ്പോണ്ടന്റുമായി താങ്കൾ നല്ല റാപ്പോ സ്ഥാപിച്ചിരിക്കുക. അപ്പൊ റാപ്പോ സ്ഥാപിക്കണമെന്ന് എങ്ങനെയാണ് എന്ന് ഞാൻ മുൻ വീഡിയോയിൽ, 1ാമത്തെ വീഡിയോയിൽ ബേസിക്കലി പറഞ്ഞിട്ടുണ്ട്. ഒരു റിട്ടൺ കൺസെന്റ് വേണം. ആ കൺസെന്റ് ഈ ബുക്കിൽ പറയുന്നുണ്ട്. ആ കൺസെന്റ് പ്രകാരം വേണം നമ്മൾ പ്രാക്ടിക്കം നടപ്പിലാക്കാൻ. While conducting the interview, the order of questions can be changed according to the situation. ഞാൻ എ എന്ന ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് തന്നെ ബി എന്ന ചോദ്യം ചോദിക്കുകയുള്ളൂ, എന്നിട്ടേ സി എന്ന ചോദ്യം ചോദിക്കുകയുള്ളൂ. അങ്ങനെ ഒരു റിജിഡ് ആയിട്ടുള്ളതൊന്നല്ല. ഇത് ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ച്, അത് നിങ്ങളുടെ എക്സ്പെർട്ടൈസിനെ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ആ മേഖലയിൽ പരിചയമുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുക. സോ യു ക്യാൻ ആൾട്ടർ lightly, slightly you can alter. Use always a simple language. മനസ്സിലാകുന്ന ഭാഷയിൽ വേണമല്ലോ. അവരിൽ നിന്ന് ഇൻഫർമേഷൻ, റെസ്പോണ്ടന്റിൽ നിന്ന് ഇൻഫർമേഷൻസ് നമ്മൾ മനസ്സിലാക്കി അത് നമ്മുടെ സൂപ്പർവൈസറിനെ ധരിപ്പിക്കാനുള്ള ആ ഒരു ലളിതമായ ഭാഷ വേണം ഇവിടെ പ്രയോഗിക്കാൻ. പ്രിഫറബിളി ആസ്ക് ക്വസ്റ്റ്യൻസ് ഇൻ ദി ലോക്കൽ ലാംഗ്വേജ്. നിങ്ങൾ ഒരു MSCCFT പഠിക്കുന്ന ഒരു മാസ്റ്റർ സയൻസ് സ്റ്റുഡന്റ് ആണ് എന്ന് പറഞ്ഞ് ആ ഫാമിലിയിൽ കയറി നിങ്ങൾ അത് പ്രയോഗിക്കേണ്ടതില്ല. വളരെ ലഘുവായി അവർക്ക് അറിയാവുന്ന ഭാഷയിൽ വളരെ ഈസി ആയിട്ട് കാര്യം നമുക്കാണ് സാധിക്കേണ്ടത്. ഈ പ്രാക്ടിക്കൽ സമ്പൂർണ്ണമായി കഴിഞ്ഞിട്ട് നമ്മൾ വരേണ്ടതുണ്ട്. ഡു നോട്ട് ആസ്ക് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. അവരുടെ വ്യക്തിപരമായ, നമുക്കറിയാലോ അവരുടെ മൂക്കിന്റെ അടുത്തേക്ക് പോലും നമ്മുടെ സ്വാതന്ത്ര്യമില്ല. അവരുടെ കൺസെന്റ് ലെറ്റർ വാങ്ങിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. പ്രത്യേകിച്ച് ഫാമിലി തെറാപ്പി മാറ്റേഴ്സിൽ ഒരുപാട് ഇൻഫർമേഷൻസ്, ഫാമിലി ബന്ധങ്ങളുടെ ഇടയിൽ പലപ്പോഴും നമ്മെ കൊടുക്കുന്ന സെക്ഷുവൽ, കപ്പിൾ റിലേഷൻഷിപ്പ് എല്ലാം നമ്മുടെ സംസാരത്തിൽ വരും. അപ്പോ വളരെ 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 സൂക്ഷ്മത പാലിക്കുക. ഒരു ഡിസ്റ്റൻസോട് കൂടി വേണം എപ്പോഴും നമ്മൾ അത് വളരെ പ്ലീസിങ് ആയിട്ടായിരിക്കണം നമ്മൾ അതിലെ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത്. ഡു നോട്ട് ആസ്ക് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ബി സ്പെസിഫിക് ഇൻ ദ ഇൻഫർമേഷൻസ് ഇൻ ദ ഷെഡ്യൂൾ. ആ ഷെഡ്യൂളില്, ഇന്റർവ്യൂവില് എന്താണോ റിക്വയർമെന്റ് അത് മാത്രമേ നമ്മൾ ആവശ്യപ്പെടാവൂ. ഡു നോട്ട് എവർ ഷോ യുവർ ഒപ്പീനിയൻ ഓർ ആറ്റിറ്റ്യൂഡ് റിഗാർഡിംഗ് ദി ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, അത് അങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ, അതല്ലേ കുറച്ചും കൂടി നല്ലത്, അങ്ങനെയുള്ള എടുത്തുചാട്ടമൊന്നും ദയവ് ചെയ്ത് വേണ്ട. വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ഇന്റർവ്യൂ നടത്തുക. നിങ്ങൾ ചോദ്യകർത്താവാണ്, അവരാണ് ഉത്തരം തരേണ്ടത്. അവരുടെ ഉത്തരം നിങ്ങൾക്ക് വളരെ വാല്യബിൾ ആണ്. കേവലം മാർക്ക് എന്നുള്ളതിലുപരി പരിശീലനമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ബി പേഷ്യന്റ് while the respondent is replying. വളരെ ക്ഷമാലുവായി. അപ്പൊ നിങ്ങൾ അത് ടേപ്പ് റെക്കോർഡർ കൊണ്ടുപോയി റെക്കോർഡ് ചെയ്യണം. ടേപ്പ് റെക്കോർഡർ പണ്ടായിരുന്നു, ഇപ്പൊ നമ്മുടെ മൊബൈലിൽ വിത്ത് ദെയർ പെർമിഷൻ. അത് വേണമെങ്കിൽ മറ്റൊരു സഹായിനെ കൊണ്ടുപോയി നിങ്ങൾ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യുന്നതും നല്ലതാണ്. വിത്ത് ദെയർ പെർമിഷൻ, വിത്ത് ദ കൺസെന്റ്, റിട്ടൺ കൺസെന്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ക്യാൻ ടേക്ക് വീഡിയോ, യു ക്യാൻ ടേക്ക് വോയിസ് റെക്കോർഡ്, നോ പ്രോബ്ലം. ഇൻ ഓൾ മൊബൈൽസ് വി ഹാവ് സച്ച് കൈൻഡ്സ് ഓഫ് ഫെസിലിറ്റീസ്. യു അണ്ടർസ്റ്റാൻഡ്? ഗീവ് ഹിം ഓർ ഹെർ ഇനഫ് ടൈം ടു റെസ്പോണ്ട്. ആവശ്യത്തിന് എത്ര സമയം കൊടുത്തോളൂ. എന്നിട്ട് അവരത് എന്താണോ പറയുന്നത് അത് കൃത്യമായി റെക്കോർഡ് ചെയ്യുക. ലിസൺ കെയർഫുള്ളി. വെറുതെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഇരുന്നാൽ പോരാ. അത് റെക്കോർഡ് നടക്കുമ്പോഴും നിങ്ങൾ ഒരു ചെറിയ കുറിപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പാഡില് കൃത്യമായി കുറിച്ച് വെക്കുക. ടേക്ക് നോട്ട്സ് ഓർ ഡു ദ ഓഡിയോ റെക്കോർഡിംഗ് ഓഫ് ദി ഇന്റർവ്യൂ. ഓഡിയോ റെക്കോർഡ് ചെയ്യാം, വേണമെങ്കിൽ അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ വീഡിയോ റെക്കോർഡിങ്ങും. നിങ്ങൾക്ക് കാലഘട്ടങ്ങൾ മാറിയല്ലോ, അപ്പൊ അവരുടെയും കൂടി പെർമിഷനോട് കൂടിയിട്ട് നല്ല ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്, നല്ല ഒരു വാംത്ത് ഫാമിലിയാണ്. എന്റെ ഇന്റർവ്യൂവില് എനിക്ക് നല്ല ഗംഭീരമായിട്ടുള്ള എന്റെ ഒരു ശിഷ്യ തന്നെ ഉണ്ടായിരുന്നത്.
ഒരാളെ നമ്മൾ റിവീൽ ചെയ്ത് പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല, എങ്കിലും ഞാൻ പറയുന്നു എൻ്റെ ഒരു ശിഷ്യയാണ്, എന്നെ അങ്ങേയറ്റം ഇഷ്ടമാണ്, അവരുടെ മാതാപിതാക്കൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് പോകുമ്പോൾ നല്ല ചായയും പലഹാരവും എല്ലാം തന്ന് വളരെ ഒരു കുടുംബപരമായ അന്തരീക്ഷത്തിലായിരുന്നു ആ ഫാമിലി ഇന്റർവ്യൂ നടത്തിയത്. എനിക്ക് ഏറ്റവും രസകരമായിട്ടാണ് ആ ഇന്റർവ്യൂ കിട്ടിയത്. വളരെ രസകരമാണ്. ആ കുട്ടി ADHD പേഷ്യന്റ് ആയിരുന്നു. പക്ഷെ വളരെ നല്ല രീതിയിൽ +2 പാസ്സായി, ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ ഡെയിലി റെഗുലർ ആയിട്ട് ഞങ്ങൾ തമ്മിൽ, എൻ്റെ ഫാമിലിയിൽ ആ കുട്ടി വരാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ നമുക്ക് വ്യക്തിപരമായ പല ഗുണങ്ങളും ഉണ്ട്. അതെല്ലാം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയിരിക്കണം, വേറെ ഒരു നെഗറ്റീവിസത്തിലേക്ക് പോകരുത്. ഇത് എത്രത്തോളം ഗുണം കിട്ടുന്നുവോ അത്രത്തോളം ദോഷവും ഉണ്ട് എന്ന് പ്രത്യേകം ഓർക്കുക. ഒരു അധ്യാപകൻ എന്നുള്ളതിലുപരി, ഒരു കൗൺസിലിംഗ് എന്നുള്ളതിലുപരി, ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലാണ് ഞാൻ താങ്കളോട് ഇക്കാര്യം പറയുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ടു റിമെമ്പർ വൈൽ കണ്ടക്ടിങ് ദി ഇന്റർവ്യൂ, അതാണ് ഇനി ഞാൻ താങ്കളുമായി പറയുന്നത്. ദ ഇന്റർവ്യൂവർ, ഇന്റർവ്യൂയി, ഇന്റർവ്യൂവർ, apart from the manifest content, must pay attention to the latent or the hidden content. കൃത്യമായി ഇന്റർവ്യൂവർ, ആരാ ഇന്റർവ്യൂവർ? ഇന്റർവ്യൂ നടത്തുന്ന ആൾ ഇന്റർവ്യൂയി, ഇന്റർവ്യൂവർ. ഇന്റർവ്യൂ നടത്തുന്ന ആൾ ഇന്റർവ്യൂവർ. അപ്പാർട്ട് ഫ്രം ദ മാനിഫെസ്റ്റ് കണ്ടന്റ്, നമ്മളുടെ ഉദ്ദേശത്തിനും അപ്പുറം, മസ്റ്റ് പേ അറ്റൻഷൻ ടു ദ ലാറ്റന്റ് ഓർ ദ ഹിഡൻ കണ്ടന്റ്. കൃത്യമായി നിങ്ങൾ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. വെറുതെ എന്തെങ്കിലും വാരി കയറി ചപ്പും ചവറും പോലെ ആകരുത്. The interviewer should listen not only to what a person wants to say, but also to what the respondent does not want to say or cannot say without help. എന്തെങ്കിലും അർത്ഥത്തിൽ അവർക്ക് ചില ഉത്തരങ്ങൾ പറയാൻ പറ്റുന്നില്ല എന്ന് കരുതുക, അല്ലെങ്കിൽ അതിന് കഴിയുന്നില്ല എന്ന് കരുതുക. നിങ്ങൾക്ക് ചെറിയ തരത്തിലുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാം. എല്ലാം നിങ്ങൾ MSc സ്റ്റുഡന്റ് ആണ്, അവർ വേറെ ഒരു ആംഗിൾ, ഹൈ ലെവലിലുള്ള വ്യക്തികളും ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ഡോക്ടർമാരെ, വക്കീൽമാരെ, ജഡ്ജിമാരെ, പോലീസുകാരെ എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്യാം, അവരുടെ കൺസേൺറ്റോട് കൂടി. എത്രത്തോളം വെൽ സ്ട്രക്ചേർഡ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അതിൽ നിങ്ങളുടെ പദാവലികൾ ചിലപ്പോൾ അവർക്ക് കൃത്യമായി സൂട്ടബിൾ ആയിക്കൊള്ളും എന്നില്ല. സോ യു മസ്റ്റ് ബി കെയർ. The interviewer must be careful and sensitive when the conversation deals with the crisis in the family of the individual. ആ വ്യക്തിക്ക് എന്തെങ്കിലും ഫാമിലി ക്രൈസിസ് ഉണ്ടാകുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഒരു ഇടപെടലുകളും ഉണ്ടാകരുത്. Respondent may become emotional. അവർ ചിലപ്പോൾ ഇമോഷണൽ ആയി എന്നിരിക്കും, വൈകാരികമായ പ്രകടനം അവർ കാഴ്ചവെക്കും. ആൻഡ് മേ നോട്ട് വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് ദ ടോപ്പിക്. ഈ ടോപ്പിക്കുമായി അവർ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിച്ചു എന്ന് വരില്ല. ദ ഇന്റർവ്യൂവർ ഷുഡ് ഡ്രോപ്പ് ദ ഇഷ്യൂ. ആ വിഷയം അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യണം. ആൻഡ് ടൈം ബീയിങ് യു ടേക്ക് അനദർ ടൈം, അനദർ ലൈൻ ഓഫ് കോൺവെർസേഷൻസ് മേ ബി പെർസ്യൂഡ്. ആ ഒരു ഏരിയയിൽ നിന്ന് മാറി നിങ്ങൾ മറ്റൊരു ഏരിയയിലേക്ക് പോവുക. എ ലെസ് ഡയറക്റ്റ് അപ്രോച്ച് മേ ബി ടേക്കൺ ഫോർ ദി സെൻസിറ്റീവ് സബ്ജക്ട്. സബ്ജക്റ്റുകള് ഇന്റർവ്യൂയി, ഇന്റർവ്യൂവർ, ഇന്റർവ്യൂയി, സബ്ജക്ട്, നമ്മളുടെ റെസ്പോണ്ടന്റ് അവർ ചിലപ്പോൾ സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് വളരെ വളരെ ജാഗ്രതയോടുകൂടി ആയിരിക്കണം ചെയ്യേണ്ടത്. ഇനി ഇതിന് പാർട്ട് 2 എന്നുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ പാർട്ട് 2 ഫോർമാറ്റ് നിങ്ങൾ നിർബന്ധമായും 2 സെറ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. ഈ വാക്ക് ശ്രദ്ധിക്കുക. പാർട്ട് 2 എന്നുള്ളത്, പാർട്ട് 1ൽ ഞാനിപ്പോൾ ആമുഖം തന്നു, പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇൻഫർമേഷൻസ് കിട്ടും. പാർട്ട് 2 അതായത് 1.3 എല്ലാ ഇന്റർവ്യൂയിലും, എല്ലാ പ്രാക്ടിക്കലിലും 1.3 നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1.3 ആ 1.3 പാർട്ട് 2ന്റെ 2 സെറ്റ് ഫോട്ടോ കോപ്പി എടുക്കുക. ഒന്ന് വർക്കിംഗ് കോപ്പിയായി ഉപയോഗിക്കുക, ഒന്ന് ഫൈനൽ കോപ്പിയായി ഉപയോഗിക്കുക. രണ്ടും ഒന്നിച്ച് ചെയ്യരുത്. എല്ലാറ്റിന്റെയും തുടക്കത്തിലെ 10 പ്രാക്ടിക്കലിന്റെയും പാർട്ട് 2 ഫോട്ടോ കോപ്പി അഡീഷണൽ എടുത്തു വെച്ചോളൂ. 2 എണ്ണം എടുത്തു വെച്ചോളൂ. അതിൽ 1 എണ്ണം പിൻ ചെയ്ത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. അതായിരിക്കണം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കേണ്ടത്. പാർട്ട് 2 ഫൈനലിലേക്ക് അതേ ബുക്ക്ലെറ്റിൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ച് അത് നിങ്ങളുടെ ഫയലില്
സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതേ മോഡലിൽ നിങ്ങൾക്ക് എഴുതി പ്രത്യേകം തയ്യാറാക്കാവുന്നതാണ്. ഞാൻ ഇതെല്ലാം തന്നെ 2 കോപ്പി വയ്ക്കുകയും എഴുതി തയ്യാറാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ എളുപ്പത്തിൽ ഈ ഘടകങ്ങളിലൂടെ കടന്നു പോകാം. ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ എനിക്ക് കാര്യങ്ങൾ ഇത് കൊണ്ടു നടത്താൻ പറ്റുന്നു. അതിനൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, പിന്നെ ഇതിനെ വളരെ ആഴത്തിൽ അത് മനസ്സിലാക്കുക. ഏതൊരു പ്രാക്ടിക്കലും സയൻസിൽ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നത് പോലെ ഏതൊരു പ്രാക്ടിക്കൽ ചെയ്യുന്നത് പോലെയും ഇവിടെ തുടക്കത്തിൽ ഒരു എയിം ഉണ്ട്. ഇവിടുത്തെ ഇതിലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അനലൈസിങ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഫാമിലീസ് എന്നുള്ളതാണ്. അതിലെ എയിം ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലി ഫോംസ് എക്സിസ്റ്റിംഗ് ഇൻ ദ സൊസൈറ്റി. ഇൻ വിച്ച് സൊസൈറ്റി യു ബിലോങ്ങിങ്, ഇൻ ദാറ്റ് സൊസൈറ്റി യു വാണ്ട് ടു ടേക്ക് ദി പ്രാക്ടിക്കൽ. ഓക്കെ, അപ്പൊ അത് കൃത്യമായി നമ്മൾ അത് മനസ്സിലാക്കി വെക്കുക. ഇതിലെ ഒബ്ജക്റ്റീവ്സ് ഇതെല്ലാം നമ്മൾ അതിന് കൃത്യമായി നമ്മുടെ ഫയലിൽ രേഖപ്പെടുത്തേണ്ട സംഗതിയാണ്. ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നമ്പർ 1, okay, after understanding this practicum activity you will be able to understand the different types of family existing in the society. Number 1. Number 2, get in-depth understanding of the selected family types. ആ ഫാമിലി ടൈപ്സിൽ വളരെ ആഴത്തിൽ നിങ്ങൾക്ക് ചില വസ്തുതകൾ മനസ്സിലാക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ നീഡ്സ് ഓഫ് വേരിയസ് മെമ്പേഴ്സ് അലോങ് വിത്ത് ദയർ റോൾസ് ആൻഡ് റിലേഷൻഷിപ്സ് ആൻഡ് അപ്രീഷിയേറ്റ് ദ ഇമ്പോർട്ടൻസ് of having knowledge of family structures and their varied characteristics for practicing family therapy. നമ്മൾ നേരത്തെ some important guidance എന്ന് കൊടുത്തില്ലേ, അതേ സംഗതി തന്നെയാണ് ഇവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെ മെത്തേഡ് എന്നുള്ളതാണ്. അതിൽ ആദ്യം നമ്മൾ പറയുന്നത് മെറ്റീരിയൽസ് റിക്വയർഡ് ആണ്. ഇവിടെ നമുക്ക് ഇന്റർവ്യൂ ഷെഡ്യൂൾ വേണം, പെൻ വേണം, പേപ്പർ വേണം, ടേപ്പ് റെക്കോർഡർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്യാൻ വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയറും വേണം. ഒപ്പം തന്നെ പേപ്പർ പെൻ നിങ്ങൾക്ക് അത്യാവശ്യം കുറിച്ചെടുക്കാൻ വേണ്ടി. ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ. ഇൻ ദിസ് പ്രാക്ടിക്കം യു ഹാവ് ടു കണ്ടക്ട് 2 interviews. 2 ഇന്റർവ്യൂ ആണ് താങ്കൾ നടത്തേണ്ടത്. അതിനാണ് ഞാൻ നേരത്തെ 2 ഫോം വേണം എന്ന് പറയുന്നത്. ഫോർ ദ പർപ്പസ് സെലക്ട് എനി 1 ഫാമിലി ടൈപ്പ് ഗ്രൂപ്പ് 1 and another from group 2. അപ്പൊ 2 ഇന്റർവ്യൂ ആണ് നിങ്ങൾ നടത്തേണ്ടത്. അതിൽ ഗ്രൂപ്പ് 1 ഒരു സ്ട്രക്ചറിലും ഗ്രൂപ്പ് 2 മറ്റൊരു സ്ട്രക്ചറിലുമാണ് വേണ്ടത്. ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് ജോയിന്റ് ഫാമിലിയിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്നായിരിക്കണം, ഓർ ഇന്റർ ജനറേഷണൽ ഫാമിലി. ഇന്റർ ജനറേഷൻസ്, വേറെ ഒരു ജനറേഷനും ഈ ഒരു ജനറേഷൻ തമ്മിൽ ഒരു ഇന്റർ ജനറേഷൻ അല്ലെങ്കിൽ ഇൻട്രാ ജനറേഷൻസിൽ നിന്ന്, എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ നിന്നും ആകാം. എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ നിന്ന് അക്രോസ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഹൈ, മീഡിയം, ലോ സ്റ്റാറ്റസ് ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഓർ കോണ്ടെക്സ്റ്റുവൽ സെറ്റിംഗ്സ്, റൂറൽ പരിഗണിക്കണം, അർബൻ പരിഗണിക്കണം, മൈഗ്രേഷൻ പരിഗണിക്കണം, സ്ലം ഡ്വെല്ലിംഗ് പരിഗണിക്കണം. അപ്പൊ ഏത് മേഖലയിൽ നിന്നാണെങ്കിലും ഗ്രൂപ്പ് 1 ജോയിന്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, ഇന്റർ ജനറേറ്റർ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി, അക്രോസ് സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് അതായിരിക്കണം ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് ചൈൽഡ്ലെസ് ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കേസസ് വരുന്നത്. ഓക്കെ, ചൈൽഡ്ലെസ് ഫാമിലി, സിംഗിൾ പാരന്റ് ഫാമിലി, ഡൈവോഴ്സി, വിഡോ, ഇങ്ങനെ പലതും ഉണ്ടാവും. ഓക്കെ, സിംഗിൾ പാരന്റ് ഫാമിലി, റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് സ്റ്റെപ്പ് ഫാമിലി ഉണ്ട്. റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് സ്റ്റെപ്പ് ഫാമിലി എങ്ങനെയാണത് സംഭവം ആലോചിച്ച് നോക്കൂ. അവർ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് ഫാമിലിയാണ്. ചിലപ്പോൾ വേർപെട്ട് പുതിയ ഒരു, അല്ലെങ്കിൽ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയതിനു ശേഷം വേറെ ഒരു വൈവാഹിക ജീവിതത്തിൽ ആണോ പെണ്ണോ, അങ്ങനെയുള്ള കുടുംബത്തിൽ മക്കൾ ഉണ്ടാകാം, മക്കൾ ഇല്ലാതിരിക്കാം, അങ്ങനെയുള്ള ഫാമിലിയിൽ നിന്ന്. ആൻഡ് ആസ്ക് ദം ഇഫ് ദേ വുഡ് ബി വില്ലിംഗ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ ഇന്റർവ്യൂ വിത്ത് യു അബൌട്ട് ദെയർ ഫാമിലി. ഓക്കെ, വളരെ നിർബന്ധമായിട്ടും. അപ്പൊ ഇങ്ങനെ ഈ റീകൺസ്റ്റിറ്റ്യൂട്ടഡ് സ്റ്റെപ്പ് ഫാമിലി, അതുപോലെ തന്നെ ഡ്വൽ ഏണർ ഫാമിലി ഉണ്ട്. ആ ഗ്രൂപ്പ് 2 നമുക്ക് അങ്ങനെ ചെയ്യാം. ഡ്വൽ ഏണർ ഫാമിലിയിൽ നിന്ന് ചെയ്യാം. വുമൻ ഹെഡഡ് ഹൗസ് ഹോൾഡ്സ് ഉണ്ട്.
അങ്ങനെയുണ്ട്. മൈഗ്രന്റ് ഫാമിലി ഉണ്ട്, ഓർ അഡാപ്റ്റീവ് ഫാമിലി ഉണ്ട്. അതിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾ ചെയ്യാം. ഇവിടെ നിർബന്ധമായും നിങ്ങൾ പാലിക്കേണ്ടത് ഐഡന്റിഫൈ വൺ പേഴ്സൺ ഫ്രം ഈച്ച് ഓഫ് ദ 2 family types you have selected and ask them if they would be willing to participate in the interview with you about their family. You may assume them you compulsory, you make questions and answers in the interview would be kept confidential. നിർബന്ധമായും രഹസ്യ സ്വഭാവമുള്ളതാണ് ഈ ഇന്റർവ്യൂ എന്ന് അവരെ ബോധിപ്പിക്കണം. റെക്കോർഡ് ചെയ്യുന്നത് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയാണ്. ഇതിലുള്ള എഴുതിയെടുക്കുന്നതും രേഖകളും പിക്ചേഴ്സ് എല്ലാം തന്നെ ഇത് രഹസ്യ സ്വഭാവമാണ് എന്ന് നിർബന്ധമായും അവരെ പറഞ്ഞ് ധരിപ്പിച്ച് വേണം റിട്ടൺ കൺസെന്റ് വാങ്ങാൻ. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ദ സെലക്ടഡ് പേഴ്സൺസ് കുഡ് ബി എനി അഡൾട്ട് മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ ആൻഡ് ഫാമിലി റോൾ. അത് ഒരു നല്ല സ്വബോധമുള്ള വ്യക്തമായ ഒരു അഡൾട്ട് ആയിരിക്കണം, എയ്തർ മെയിൽ ഓർ ഫീമെയിൽ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സെറ്റപ്പ് എ മ്യൂച്വലി കൺവീനിയന്റ് ടൈം, നല്ല അനുയോജ്യമായ സമയം നിങ്ങൾ രണ്ടുപേരും ഇന്ന സമയത്തായാലോ ഇന്റർവ്യൂവിന് ഏറ്റവും നല്ലത്. യു ക്യാൻ മീറ്റ് ദ പേഴ്സൺ മോർ ദാൻ വൺസ് ടു കണ്ടക്ട് ദ ഇന്റർവ്യൂ ഏർലിയർ. You or they run out of time. എല്ലാവർക്കും സമയം വളരെ വിലപ്പെട്ടതാണ്, അതുകൊണ്ട് ആ സമയം കൃത്യമായി പാലിക്കുക. സെറ്റപ്പ് മ്യൂച്വലി കൺവീനിയന്റ് ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയി നോട്ട് ചെയ്തോളൂ. എല്ലാ പോയിന്റിനും എല്ലാ പ്രാക്ടിക്കലിനും അത് ബാധകമാണ്. യൂസ് ദ ഗിവൻ ഇന്റർവ്യൂ ഷെഡ്യൂൾ ടു കണ്ടക്ട് ദ ഇന്റർവ്യൂ. തന്നിരിക്കുന്ന ഇന്റർവ്യൂ ഷെഡ്യൂൾ മാത്രം, അതിനനുസരിച്ച് അതിന് മുകളിൽ നിങ്ങൾ ഒരു കാരണവശാലും പോകരുത്. റിമെമ്പറിംഗ് ദ ഷെഡ്യൂൾ ഈസ് ഓൺലി എ ബ്രോഡ് ഗൈഡ് ലൈൻ. ഇഫ് നീഡ് ബി യു ക്യാൻ ആസ്ക് മോർ ക്വസ്റ്റ്യൻസ് or probe further in order to get detailed and complete information about the topic in the interview, which is depend upon the situation. ആ സിറ്റുവേഷൻസിനെ അനുസരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ചെറുതായി വയബിൾ ആക്കാനുള്ള റോള്, അതാണല്ലോ നിങ്ങളുടെ ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ റോൾ എന്ന് മനസ്സിലാക്കുക. ബി സെൻസിറ്റീവ്. Okay, be sensitive to your respondents. Some of them may want to talk some time to think about the questions. ചില ചോദ്യങ്ങൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. ചിലർക്കത് ഈസി ആയിരിക്കും, ചിലർക്കത് വളരെ ആഴത്തിൽ, അത് അവർ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. യു ക്യാൻ ഓൾസോ ചേഞ്ച് ദ ഓർഡർ ഓഫ് സം in the interview depending on how the conversations between you and the respondents progress. So for example, if you are discussing family needs and the respondents has already begun sharing about hierarchy or cohesiveness, വീണ്ടും ഞാൻ പറഞ്ഞു cohesiveness എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. Cohesiveness, you may want to discuss those questions first rather than sticking some format. തന്നിരിക്കുന്ന ആ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ സ്റ്റക്ക് ഓൺ ആയി നിൽക്കരുത്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഓർഡറിൽ വേണമെങ്കിലും പോകാം, ബട്ട് യു വാണ്ട് ടു കംപ്ലീറ്റ് ദ ഫോർമാറ്റ്. ഓക്കെ. ഓൺ ആൻ ആവറേജ് ദ ഇന്റർവ്യൂ ഷുഡ് ടേക്ക് അബൌട്ട് 1.5 to 2 hours. റിമെമ്പർ, മൊത്തം 3 മണിക്കൂർ പ്രാക്ടിക്കൽ. ആ 3 മണിക്കൂർ പ്രാക്ടിക്കലില് നിങ്ങളുടെ ഈ പറഞ്ഞ അക്കാഡമിക് കൗൺസിലറുമായി സൂപ്പർവൈസറുമായിട്ടുള്ള ഒരു അരമണിക്കൂർ ഒരു ഡിസ്കഷൻസ് ഉണ്ട്. ഇവിടെ ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ, പിന്നെ ഇത് റിപ്പോർട്ട് ആക്കാനുള്ള ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ, അങ്ങനെ 4 മണിക്കൂർ ഒരു പ്രാക്ടിക്കലിന്. 2 പ്രാക്ടിക്കൽ ഈ 2 ഫാമിലിയിൽ നിന്ന് നിങ്ങൾ ചെയ്യണം. 2 എണ്ണമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് 2 ചേർന്ന് ഫയലിലാക്കി വെക്കുമ്പോൾ അത് ഒരു പ്രാക്ടിക്കൽ ആയിട്ട് 40 മാർക്കിനുമാണ് പരിഗണിക്കുക. ഈ 2ഉം ചേർന്നതാണ് എന്ന് മനസ്സിലാക്കുക. യു മസ്റ്റ് ട്രൈ ടു റെക്കോർഡ് ഓർ ഡോക്യുമെന്റ് ദ responses you gathered in the interview for further reference, especially when you write the report for this practical. ഓക്കെ. 10ാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, യുവർ റിപ്പോർട്ട് ഫോർ ദിസ് പ്രാക്ടിക്കൽ ഷുഡ് ഇൻക്ലൂഡ് യുവർ റിഫ്ലക്ഷൻസ്.
നിർബന്ധമായും നിങ്ങളുടെ റിഫ്ലക്ഷൻസ്, നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു നിങ്ങളിലെ പ്രചോദനം, നിങ്ങൾക്ക് മനസ്സിലായത് ഈ പ്രാക്ടിക്കലിലെ ഫൈൻഡിങ്സിൽ പറയേണ്ടത്. ആ ഒരു സ്ട്രക്ചർ എന്താണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. റെഫർ ടു ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ലേറ്റർ ഫോർ അനാലിസിസ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. വളരെ ഭംഗിയായി ചെയ്യാൻ ഈ റിഫ്ലക്ഷനും എല്ലാം നിങ്ങൾക്ക് സഹായകമാകും. ഇതിലെ ടൂൾ എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്റർവ്യൂ ബുക്കിൽ തന്നെ ഉണ്ട്. ആ ഷെഡ്യൂള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതടക്കമുള്ള ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉള്ള 2 കോപ്പി നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക, ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുക. അതിൽ ഒന്നുമായി നിങ്ങൾ പോവുക. ആ ഒന്നിൽ നിന്ന് 2 നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. 2 പ്രാക്ടിക്കലാണ് ചെയ്യേണ്ടത്. ഫോളോയിങ് ഇൻ ദ ഇന്റർവ്യൂ ഷെഡ്യൂൾ ദാറ്റ് മേ be used for this practical activity. അപ്പൊ ആദ്യമേ നമ്മൾ പ്രാക്ടിക്കലിലേക്ക് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഇൻഫർമേഷൻസ്, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് വേണം. അതിൽ നെയിം ഓഫ് ദ റെസ്പോണ്ടന്റ് ഉണ്ടാവും, അവരുടെ ഏജ്, സെക്സ്, ഫാമിലി ഇൻകം, ടൈപ്പ് ഓഫ് ഫാമിലി, നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ്, their ഏജ് ആൻഡ് റിലേഷൻഷിപ്പ് ടു ദ റെസ്പോണ്ടന്റ്. സ്പെസിഫിക് ഇൻഫർമേഷൻസ് ഉണ്ടാവും, നീഡ്സ് വിത്ത് റെഫറൻസ് ടു ഈച്ച് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് യുവർ സെൽഫ്. ലിസ്റ്റ് അറ്റ്ലീസ്റ്റ് 2 പേഴ്സണൽ, ഇമോഷണൽ ആൻഡ് അറ്റ്ലീസ്റ്റ് 2 ഫിസിക്കൽ മെറ്റീരിയൽ നീഡ്സ്. അത് നിങ്ങൾ 2 വീതം കൃത്യമായി എഴുതിയിരിക്കണം. റോൾസ് ആൻഡ് റിലേഷൻഷിപ്സ് എന്നുള്ള ഏരിയയിൽ വിത്ത് റെഫറൻസ് ടു ഈച്ച് ഫാമിലി മെമ്പർ ഐഡന്റിഫൈ 2 roles of they are rolling and their corresponding responsibilities. State the same for yourself too. Okay, decision making. അതിൽ റെസ്പോണ്ടൻസ് നൽകുന്നതിൽ who takes decisions in the family with regards to socio-religious aspects ആരാണ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് ആ ഫാമിലിയില്, ഫിനാൻഷ്യൽ ആസ്പെക്ട്സിൽ ആരാണ് ഉള്ളത്, ഡൊമസ്റ്റിക് ഹൗസ്ഹോൾഡ്സ് റിലേറ്റീവ് ആസ്പെക്ട്സിന് ആരാണ് അവരെ ചെയ്യുന്നത്, എഡ്യൂക്കേഷൻസ്, കരിയർ റിലേറ്റഡ് ആസ്പെക്ട്സിൽ ആർക്കാണ് അവിടെ കൂടുതൽ റോൾ, അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. മെൻഷൻസ് റീസൺസ് ഫോർ ദ സെയിം, ഇതിനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ കണ്ടെത്തണം. വാട്ട് ഈസ് യുവർ റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്, നിങ്ങൾ അവരോട് ചോദിക്കേണ്ട അടുത്ത ചോദ്യമാണ് ഞാൻ പറയുന്നത്. വാട്ട് ഈസ് യുവർ റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് വിച്ച് ഡിസിഷൻസ് ഡു യു വാണ്ട് ടു, what do you keep in mind while taking decisions? ഡിസിഷൻസ് നിങ്ങൾ എടുക്കാനുള്ള കാരണം എങ്ങനെയാണ്, അത് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്, why are you involved in the decision making for other things, മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഈ ഒരു പോസിറ്റീവ്നെസ്സോട് കൂടിയുള്ള ചോദ്യങ്ങളാണ് അവിടെ വരേണ്ടത്. അപ്പോൾ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് നമ്മൾ വളരെ ഷാർപ്പായി ഒബ്സർവ് ചെയ്യണം. ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ വേർ യു ഓർ എനി അതർ family member or family members have been able to communicate effectively within the family. Identify reason for the same. അത് നിങ്ങൾ അവിടെ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ വേർ കമ്മ്യൂണിക്കേഷൻ, ഇത് അവിടെ ചോദിക്കേണ്ടതാണ് കേട്ടോ. ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ വേർ കമ്മ്യൂണിക്കേഷൻസ് ഇൻ ദ ഫാമിലി ഫെയിലിയർ വാസ് നോട്ട് എഫക്റ്റീവ്. ഐഡന്റിഫൈ ദ റീസൺ. കൃത്യമായി ചില കാര്യങ്ങൾ നിങ്ങൾ തോറ്റുപോകുന്നു, അതിനുണ്ടായ കാരണങ്ങൾ എന്താണ്, ആ കുടുംബത്തിൽ നിങ്ങൾക്ക് എന്ത് ആ ഡിസിഷൻ മേക്കിങ്ങില് അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ പാറ്റേണില് നിങ്ങളുടെ വാക്ക് ചിലപ്പോൾ കുടുംബത്തിലെ മറ്റംഗം കൃത്യമായി ശ്രദ്ധിച്ചില്ല, അത് എന്തുകൊണ്ട്, അത് കൃത്യമായി ചോദിച്ച എല്ലാം അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ സ്പർശിക്കുന്നതാണ് കേട്ടോ. അത് പ്രത്യേകം മനസ്സിലാക്കണം. അതനുസരിച്ച് വേണം നമ്മൾ അത് മനസ്സിലാക്കാൻ. പിന്നെ ഒരു ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ശ്രേണി. ആ കുടുംബത്തിലെ ആ ഓരോരുത്തരുടെയും ഒരു ടേബിളർ കോളം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും പേര്, ഇവിടെ പേരെല്ലാം തന്നെ നിങ്ങൾക്ക് ABCDXYZ ഒമേഗ അല്ലെങ്കിൽ മലയാളത്തിലെ കാങ്ങാച്ച എന്നൊക്കെ നിങ്ങൾക്ക് പ്രയോഗിക്കാം. പക്ഷെ കാങ്ങാച്ച നമ്മൾ പ്രയോഗിക്കാറില്ല. മെമ്പർ എ പേര് വേണമെങ്കിൽ ഒരു ഇമാജിനറി നെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റോ, കുഴപ്പമൊന്നുമില്ല. ശാലിനി, കുമാർ, ഇതൊക്കെ ആക്ച്വലി ഇതല്ല എന്ന് അക്കാഡമിക് കൗൺസിലറിന് അറിയാം, സൂപ്പർവൈസറിന് അറിയാം, എക്സ്റ്റേണൽ സൂപ്പർവൈസറിനും അറിയാം. നിങ്ങൾ അവിടെ ഒരു പേരുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ വേണമെങ്കിൽ അവരുടെ പേര് വേറെ ഒരു ആംഗിളിൽ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. അപ്പൊ സീരിയൽ നമ്പർ ഉണ്ടാവും, ഏജ് ഉണ്ടാവും, പവർ ഇൻ ഡിസിഷൻ മേക്കിംഗ്, അവർ പുവർ ആണോ, സ്ട്രെങ്തൻ ആണോ, ആവറേജ് ആണോ, ലോ ആണോ, മോഡറേറ്റ് ആണോ, ആ പവർ, ഇമോഷണൽ സപ്പോർട്ട് എന്തൊക്കെ എന്ന് നിങ്ങൾ അതിൽ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. കോൺഫ്ലിക്റ്റ് ആൻഡ് അഡാപ്ഷൻസ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞതിൽ ഡിസ്ക്രൈബ് എനി ക്രൈസിസ്, ഡിസ്അഗ്രിമെന്റ്സ് എമംഗ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഡിസ്കസ് ദ സ്ട്രാറ്റജീസ് യൂസ്ഡ് ടു റീസോൾവ് ദ സെയിം. അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായി എഴുതിയെടുക്കുക. കോസീവ്നെസ് എന്ന് പറയുന്നത് കെട്ടുറപ്പാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള
ബാന്ധവം, കെട്ടുറപ്പ് എന്നുള്ളതാണ്. ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ വേർ യു എക്സ്പീരിയൻസ്ഡ് ഇമോഷണൽ വാംത്ത്, വൈകാരികമായ ഒരു ഊഷ്മളത, സപ്പോർട്ട് ഫ്രം യുവർ ഫാമിലി ഓർ ഫാമിലി മെമ്പേഴ്സ് ഫോർ എനി പർട്ടിക്കുലർ മെമ്പർ, ഏതെങ്കിലും ഒരു വ്യക്തിക്കോ കുറെ ആളുകൾക്കോ നിങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു കോസീവ്നെസ്, ആ കെട്ടുറപ്പ്, ആ ഒരു സ്ട്രെങ്തൻ കിട്ടാനുള്ളത്, അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റാൻസസ് വേർ യു പ്രൊവൈഡഡ് ദ സെയിം ടു അതേഴ്സ്, ഇതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു കോസീവ്നെസ് എത്രത്തോളമാണ് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ ബാന്ധവം, അത് എത്രത്തോളം ദൃഢമാണ് എന്നുള്ളതാണ് ഈ കോസീവ്നെസ്സിൽ കാണുന്നത്. പിന്നെ നിങ്ങൾ അവിടെ ഈ കണ്ട ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിൽ നിന്ന് ഫൈൻഡിങ്സിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇൻ ദിസ് സെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സെഷൻ എന്നല്ല, ഈ സെക്ഷനില് യു നീഡ് ടു സ്റ്റേറ്റ് ദ ഇൻഫർമേഷൻ അക്വയർഡ് ത്രൂ ഇന്റർവ്യൂ, എന്തൊക്കെയാണോ നിങ്ങൾ നേടിയത്, മനസ്സിലാക്കിയത്. ഡോണ്ട് ഫോർഗെറ്റ് ടു എൻക്ലോസ് ദ റിട്ടൺ റെക്കോർഡ് ഓഫ് ഈച്ച് ഇന്റർവ്യൂ ആസ് ഇറ്റ് ടൂക്ക് പ്ലേസ്. നിങ്ങളുടെ ഇന്റർവ്യൂ നടത്തിയപ്പോൾ എടുത്തിട്ടുള്ള ആ ചെറിയ ചെറിയ കുറിപ്പുകളെല്ലാം അതിൽ ഒരിക്കലും മറക്കാതിരിക്കുക, അറ്റാച്ച് ചെയ്യുക. Thereafter write out the relevant information on the basis of the interview. You must also enclose the file and the audio tape. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഒരു പെൻഡ്രൈവില് ഓരോന്നിനും കൃത്യമായിട്ട് ഫോൾഡർ കൊടുത്ത് അതിൽ പ്രാക്ടിക്കൽ 1ന്റെ അപ്പൊ ഈ ഒരു ഫയലിന് ഒരു പെൻഡ്രൈവ്, ഈ ഒന്നിന് ഒരു പെൻഡ്രൈവ്, ആ പെൻഡ്രൈവില് നിങ്ങളുടെ ഡീറ്റെയിൽ, പണ്ടൊക്കെയാണ് CD ഉപയോഗിച്ചിരുന്നത്, ഇപ്പൊ ഒരു പെൻഡ്രൈവ് നമുക്ക് ഭംഗിയായിട്ട് ഉപയോഗിക്കാം. ഓരോന്നിനും ഓരോ അക്കാഡമിക് കൗൺസിലറുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു 2 GB-യുടെയോ 1 GB-യുടെയോ TB ഒന്നും വേണ്ടട്ടോ, 1 GB-യുടെ ഒരു പെൻഡ്രൈവ് വാങ്ങിച്ച് വച്ചാൽ മതി. ഡിപ്പെൻഡ് അപ്പോൺ യുവർ കണ്ടന്റ്. പിന്നെ ഇതെല്ലാം സേവ് ചെയ്ത് ഒരു അഡീഷണൽ കോപ്പി എടുത്ത് വെക്കുമ്പോൾ തുടക്കത്തിലാണല്ലോ കമ്പ്യൂട്ടറൈസ്ഡിന് ഒരു ചെറിയ പ്രശ്നം, പിന്നീട് അത് വളരെ ഗുണപ്രദമായിരിക്കും. അങ്ങനെ നിങ്ങൾ അത് കൃത്യമായിട്ട് ഫയൽ ചെയ്യുക. യു മസ്റ്റ് ആൾസോ എൻക്ലോസ് ഇൻ ദ ഫയൽ ദ ഓഡിയോ ടേപ്പ് ഇഫ് യൂസ്ഡ് ഓർ ദ റിട്ടൺ ഷീറ്റ്സ് ഓൺ വിച്ച് യു നോട്ടഡ് ദ ആൻസേഴ്സ് ഓഫ് ദ റെസ്പോണ്ടന്റ് ഡ്യൂറിംഗ് ദി ഇന്റർവ്യൂ. അനാലിസിസ് ആൻഡ് ഡിസ്കഷൻസ്, നിങ്ങളുടെ അനാലിസിസ്, നിങ്ങൾ എന്തൊക്കെയാണ് അത് അപഗ്രഥിച്ച് മനസ്സിലാക്കിയത്, നിങ്ങളുടെ ഡിസ്കഷൻസ്, നിങ്ങളുടെ ചർച്ചകൾ എന്തൊക്കെയായിരുന്നു, അത് അവിടെ കൃത്യമായി പോയിന്റൈസ് ചെയ്യണം. ഇതിലൂടെ, ഈ ഒരു ഇന്റർവ്യൂയിലൂടെ നിങ്ങൾ കണ്ടെത്തിയ ഒരു കൺക്ലൂഷൻസ്, ഈ ഇന്റർവ്യൂയിലൂടെ അവരിൽ നിന്ന് കിട്ടിയ കൺക്ലൂഷൻ, ഇന്റർവ്യൂയിൽ നിന്ന് ഇന്റർവ്യൂവറിന് കിട്ടിയ ആ കൺക്ലൂഷൻ നിങ്ങൾ ഇവിടെ കൺക്ലൂഷൻ ആക്കി എഴുതുക. അത് മനസ്സിലാക്കി ഈ ഒരു ഇന്റർവ്യൂ നടത്തുന്നതിലൂടെ ഒരു MSCCFT സ്റ്റുഡന്റ് എന്നുള്ള നിലക്ക് നിങ്ങളിൽ ഉണ്ടാക്കിയ പ്രതിഫലനം എന്താണ്? അതാണ് റിഫ്ലക്ഷൻ, പ്രതിഫലനം. ഈ ഒരു ഇന്റർവ്യൂ നടത്തുന്നതിലൂടെ അവർ അവരുടെ ഇന്റർവ്യൂ അത് കണ്ടെത്തി ഇന്നതൊക്കെ, അത് കൺക്ലൂഷൻ. പിന്നെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആ നടത്തിയ ഇന്റർവ്യൂയിലൂടെ ഒരു കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി സ്റ്റുഡന്റ് എന്ന നിലക്ക് എന്റെ ജീവിതത്തിൽ ഒരു പഠിതാവ് എന്നുള്ള നിലക്കും എൻ്റെ ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള നിലയിലും ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിലും ഒരു ഫാമിലി തെറാപ്പിസ്റ്റ് എന്നുള്ള നിലയിലും എനിക്കുണ്ടായ ഗുണം എന്താണ്, എനിക്കുണ്ടായ തോന്നലുകൾ എന്താണ്, എനിക്കുള്ള ചിന്തകൾ എന്താണ്, എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്രിറ്റിസിസം, അത് നിങ്ങളിലെ അബദ്ധങ്ങൾ നിങ്ങൾ തന്നെ, ഞാൻ അത് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അത് എനിക്ക് പിന്നീടാണ് ഇന്ന സ്ട്രാറ്റജി. ഞാൻ ഇവിടെ ഉപയോഗിച്ചത് ഏത് തിയറി അനുസരിച്ചാണ്? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഡൈനാമിക് അനാലിസിസ് ആണോ ഞാൻ ഇവിടെ ഉപയോഗിച്ചത്? സൈക്കോ ഡൈനാമിക് അനാലിസിസ് ആണോ? കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തിയറി ആണോ? സ്കിന്നർ ആണോ ഞാൻ യൂസ് ചെയ്തത്? സ്കിന്നറിന്റെ ലോ ആണോ ഉപയോഗിച്ചത്? സപ്പോർട്ടീവ് തിയറി ആണോ ഞാൻ ഉപയോഗിച്ചത്? കൃത്യമായി അത് DSM-ൽ ഏത് ഭാഗത്താണ് അത് പറയുന്നത്, അത് അത്തരത്തിലുള്ള ഓർഡർ. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, അതൊക്കെ നിങ്ങളുടെ എൻറിച്ച്മെന്റ് ആണ്, നിങ്ങളുടെ പൊട്ടൻഷ്യൽസ്, നിങ്ങളുടെ ഗൗരവം, നിങ്ങളുടെ ഒരു സ്റ്റുഡന്റിന്റെ കപ്പാസിറ്റി, അതൊക്കെയാണ് നിങ്ങൾക്ക് നല്ല സ്കോറുകൾ തരുന്നത്. 80 സ്കോർ 85 സ്കോർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അത് ഈ റിഫ്ലക്ഷൻ പ്രതിഫലനമാണ് ഏറ്റവും വളരെ നന്നായിട്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ കമ്പാരിറ്റീവ് അനാലിസിസ് ആൻഡ് ഡിസ്കഷൻസ് ഉണ്ട്. കമ്പാരിറ്റീവ് അനാലിസിസ് ആൻഡ് ഡിസ്കഷൻസ്, അതിൽ കൃത്യമായി ചില പോയിന്റ്സ് പറയുന്നുണ്ട്. കൺക്ലൂഷൻസ് ബേസ്ഡ് ഓൺ കമ്പാരിറ്റീവ് അനാലിസിസ്, ഏറ്റവും അവസാനം കുറച്ച് കൺക്ലൂഷൻസ് പറയുന്നുണ്ട്. അവിടെ നിങ്ങളുടെ റിഫ്ലക്ഷൻസ് കൃത്യമായി മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ 2 എണ്ണത്തിന്റെയും ഫയല് കൃത്യമായി കൊടുത്ത്
അറ്റാച്ച് ചെയ്ത് ഒരു പിൻ ചെയ്ത് കൗൺസിലറിന്റെ കമന്റോടുകൂടി ഇത് നിങ്ങൾ അക്കാഡമിക് കൗൺസിലറിന് കൊടുത്ത് നിങ്ങളുടെ സൂപ്പർവൈസർ കൊടുത്ത് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ താങ്കൾ ഇതിന്റെ അകത്ത് ഇതൊക്കെ ഫയൽ ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഈ ചെയ്ത സംഗതി അടുത്ത പ്രാവശ്യത്തേക്ക് നിങ്ങൾ അക്കാഡമിക് കൗൺസിലറിനെ ഗൈഡിനെ കാണാൻ പോകുമ്പോൾ സർ നേരത്തെ എന്റെ ഇന്റർവ്യൂ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുക. അദ്ദേഹത്തിന്റെ കമന്റ് നിങ്ങൾ നടത്തിയ ഹൗ ക്യാൻ യു എക്സിക്യൂട്ട് ദി ഇന്റർവ്യൂ ആക്ടിവിറ്റീസ് വിത്ത് വിച്ച് ലെവൽ അത് കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട കമന്റ് നൽകുകയും അപ്പോൾ ഉണ്ടാകുന്ന അസസ്മെന്റ് ഡ്യൂറിങ് ഇന്ററാക്ഷനിൽ താങ്കളുടെ ഇന്ററാക്ഷനിലുള്ള 10 മാർക്ക് അവിടെ വാല്യൂ ചെയ്യപ്പെടുകയും അപ്പൊ ഈ മൊത്തമായിട്ട് ഇതില്ല ഈ ഒരു പ്രാക്ടിക്കലിന് 2 പ്രാക്ടിക്കലിനും ചേർന്നിട്ടുള്ള 30 മാർക്ക് അതിനെ അദ്ദേഹം അവിടെ മാർക്ക് ഇടുകയും അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുകയും ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് താങ്കൾക്ക് അതിന്റെ ഒപ്പെല്ലാം വാങ്ങിച്ച് ഫയലിലേക്ക് വെച്ച് ഇത് ആദ്യമേ നമ്മൾ കോപ്പി കൊടുക്കുന്നു, എന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് അത് വാങ്ങുന്നു. അതിൽ ഈ കമന്റുകൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും അവസാനം ഫൈനൽ ഫയൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇതിൽ വീണ്ടും മാർക്കുകൾ അതിൽ രേഖപ്പെടുത്തും. എന്നിട്ട് അത് മൊത്തം സീല് വെച്ച് നമ്മുടെ റീജിയണൽ സെന്ററിന്റെ കൗണ്ടർ സിഗ്നേച്ചർ വാങ്ങിച്ച് റീജിയണൽ സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അയച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള ഓരോ പ്രാക്ടീസ് സത്യത്തിൽ 2 പ്രാക്ടിക്കൽ 2 ഇന്റർവ്യൂ നടത്തിയതാണ് ഒരു പ്രാക്ടിക്കൽ. ഇനി 3 എണ്ണം ഉള്ളത് 4 എണ്ണം ഉള്ളത് പലതും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അങ്ങനെ മനോഹരമായി MCFTL1 നമുക്ക് പൂർത്തിയാക്കാം. MCFT1 90ൽ കൂടുതൽ മാർക്ക് വാങ്ങിയാൽ ഞാൻ താങ്കളെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയും. താങ്കൾ ഈ ഫീൽഡിൽ നിൽക്കാൻ യോഗ്യനാണ് എന്നുള്ളത് നമുക്ക് മാറ്റുരയ്ക്കും. അത്രയും നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ. ഏറ്റവും ആഴത്തിൽ താങ്കൾക്ക് ഈ എൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് കേട്ടോ പറയുന്നത്. ഈ ഒരു പ്രാക്ടിക്കൽ 1 ടൈപ്സ് ഓഫ് ഫാമിലീസ് എന്നുള്ള ഈ പ്രാക്ടിക്കൽ അനലൈസിങ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഫാമിലി എന്നുള്ള ഈ പ്രാക്ടിക്കൽ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ താങ്കളെ പരിചയപ്പെടുത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ ഉണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞതിലെ പദങ്ങൾ എന്തെങ്കിലും താങ്കൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓപ്പണായി ഈ ലോകം കാണത്തക്ക രീതിയിൽ താങ്കൾക്ക് ഇതിൽ കമന്റ് ചെയ്യാം. ഈ വീഡിയോ സബ്ജക്റ്റീവാണ്. ഇത് സബ്ജക്റ്റീവാണ്. ഓരോരുത്തർക്കും ഓരോ ലെവലിൽ ഇത് പഠിക്കുന്നവർക്കാണ് ഇത് എത്രത്തോളം. ഒരു ടിക്ടോക്ക് കാണുന്ന ഒരാൾക്ക് ഈ വീഡിയോ ഇത് എന്താണ് ഈ പൊട്ടൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്തയായിരിക്കും. ആസ് എ സൈക്കോളജിസ്റ്റ്, ആസ് എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ആസ് എ MSCCFT, ആസ് എ PGDCFT സ്റ്റുഡന്റ്, ഐ ബിലീവ് this one is something special to you. എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ സഹപ്രവർത്തകർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.